ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്കിന്ന് എല്ലാവർക്കും കൂടെ ഒരു പരിപ്പ് പൊടി തയ്യാറാക്കാം. പരിപ്പ് പൊടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും തന്നെ പരിചയം കാണുകയില്ല. ധാരാളം യാത്ര ചെയ്ത് ഹോട്ടലുകളിലൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും പോകുന്നവർക്കേ ഇത് കഴിച്ച് പരിചയം കാണുകയുള്ളൂ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ചോറിൻ്റെ കൂടെ, അതും പച്ചരി ചോറിൻ്റെ കൂടെ, നമ്മുടെ ചോറിൻ്റെ കൂടെ അത്രയും നല്ലതല്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. പച്ചരി ചോറിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് പൊടിയും അപ്പളവും പിന്നെ ഒരു മെഴുക്കുവരട്ടിയോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്, ഇല്ലെങ്കിലും നല്ലതാണ്. എത്ര ചോറുണ്ണാനും, ഒരാൾ ഉണ്ണുന്ന ചോറ് മുഴുവൻ ഉണ്ണാൻ ഈ പൊടിയും അപ്പളവും, അല്ലെങ്കിൽ ഇവിടെ ആയതുകൊണ്ട് പപ്പടം, പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ധാരാളം മതി. ഒരു മെഴുക്കുവരട്ടി ഉരുളക്കിഴങ്ങോ പിന്നെ എന്തെങ്കിലും കൊണ്ടൊരു കായ കൊണ്ടോ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി വെച്ചാലും മതി. ഇതെന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലുള്ള എല്ലാ തരം പരിപ്പും കൂടി ഓരോന്നായിട്ട് വറക്കുക. ഇപ്പം ചീനച്ചട്ടി ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ഇത് തൊമരം പരിപ്പാണ്. തൊമരം പരിപ്പെന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പ്. എല്ലാ പരിപ്പുകളും ഒരേ അളവെടുക്കാം. തൊമരപ്പരിപ്പ് മാത്രം കൂടുതലും വേണമെങ്കിൽ എടുക്കാം. ഞാൻ 1/2 കപ്പ് തൊമരം പരിപ്പ് എടുത്തു, തുവർദാൽ. ഇത് തീർച്ചയായിട്ടും ഓർക്കുക, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. നെയ്യോ എണ്ണയോ ഒന്നും കാണിക്കാൻ പോലും പാടില്ല. പിന്നെ ചെറിയ തീയിൽ വറുത്തെങ്കിൽ മാത്രമേ ഇത് ഉള്ളിൽ നിന്ന് കുറേശ്ശെയായിട്ട് മൂത്ത് വന്ന് ഒരു ചെറിയ കളർ ചേഞ്ചും മണവും ഒക്കെ വരുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് കണ്ടോ, ഇതാ നോക്കൂ, ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇത് 1/4 കപ്പാണ് കടലപ്പരിപ്പ്. പായസത്തിന് നമ്മൾ കടലപ്പരിപ്പ് പ്രഥമൻ വെച്ചാൽ ഒത്തിരി നല്ലതാണ്. ഇതും 1/2 കപ്പ് എടുക്കാം കേട്ടോ, പക്ഷേ അപ്പോൾ ക്വാണ്ടിറ്റി ഒരുപാടായി പോവില്ലേ. അതുകൊണ്ട് നമുക്ക് ഏത് റേഷ്യോയിൽ വേണമെങ്കിലും എടുക്കാം, അതൊരു പ്രശ്നമല്ല. ഇതും അതുപോലെ മുക്കണം. ഇതായി കടലപ്പരിപ്പിൻ്റെ പെട്ടെന്ന് പാകമായി. ഇത് ഇങ്ങോട്ടിടുക. അടുത്തത് പായസപ്പരിപ്പ്. കടലപ്പരിപ്പും പായസം വയ്ക്കുമെങ്കിലും അറിയപ്പെടുന്ന പായസ പരിപ്പ് ചെറുപയർ പരിപ്പാണ്. അതും 1/4 കപ്പ്. ഈ ചെറുപയർ പരിപ്പ് നല്ല ഒരു രുചി കൊടുക്കും. ഓരോ പരിപ്പും ചേർക്കുന്നതിന് ഓരോ കാരണമുണ്ട് ഇതിൽ. കടലപ്പരിപ്പും തുവരപ്പരിപ്പുമാണ് വോളിയം. കുറച്ച് പൊടിച്ചാൽ കാണണ്ടേ, അത് രണ്ടും പൊടിക്കുമ്പോൾ അതിന് വോളിയം കൊടുക്കും. ഇത് സ്വാദ് കൂടുതലാക്കുന്ന ഒരു പരിപ്പാണ്. തന്നെയല്ല, എല്ലാത്തിലും പലതരം അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ന്യൂട്രീഷനായിരിക്കും. അതാണ് ഇങ്ങനെ എടുക്കാനുള്ള കാരണം. ഇനി ഇതുപോലെ വറക്കുക. പാശിപ്പരിപ്പ് എന്ന ചെറുപയർ പരിപ്പ് ദാ മൂത്തു, ഇവിടെ ഇട്ടേക്കാം. ഇപ്പോൾ 3 കൂട്ടം പരിപ്പായി. ഇനിയും പീസ് പരിപ്പാണ് ഇടുന്നത്. ഇതേപോലെ 1/4 കപ്പ് അതും മൂത്തു. ഇത് പൊരികടലയാണ്. 1/4 കപ്പ് വേണ്ട, നല്ല ഒരു മൃദുത്വം കൊടുക്കാനാണ് ഇതിടുന്നത്. ഇതും നല്ലപോലെ ചൂടായി. കഷ്ടിച്ചൊരു ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിൻ്റെ കൂടെ മുളകിടണം, ഒരു 3 വറ്റൽമുളക്. ഇത് ജീരകവും വറ്റൽമുളകും, ഇനി ശകലം കുരുമുളകും ഇടും. എരിവിന് വേണ്ടി വറ്റൽമുളകും കുരുമുളകും. കുരുമുളകിൻ്റെ ഫ്ലേവർ വളരെ നല്ലതാണ്, ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലതാണ്. ജീരകവും മൂത്തു, വറ്റൽമുളക് മൂത്തു, അത് ഇതിലോട്ടിട്ടു. ഇനി 5-6 ഇത് 8-10 ഒരു 5-8 കുരുമുളക്. കരിവേപ്പിലയും ഒന്ന് മൂക്കണം. കുരുമുളക് ഒരെണ്ണം പൊട്ടുമ്പം കരിവേപ്പിലയാകും. കരിവേപ്പിലയും മൂത്തു. ഇതിൻ്റെ കൂടെയോട്ട് മൂപ്പിച്ച് പൊടിച്ച കായം 1/2 ടീസ്പൂൺ, കുറച്ച് മതി. മൂപ്പിച്ച് പൊടിച്ച കായപ്പൊടി, കായത്തിൻ്റെയും മണം വരുന്നുണ്ട്.
ഇത് നമുക്ക് ഒന്നിച്ചാക്കാം. ഒരു ചക്കെല്ലാം നല്ലെണ്ണ ഇതിൽ ചേർക്കാനൊന്നുമല്ല. ഒരു 6-7 അല്ലി വെളുത്തുള്ളി. ഇത് നിർബന്ധമല്ല കേട്ടോ, ഇത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പൊതുവേ തമിഴ്നാട്ടിൽ വെളുത്തുള്ളി ഇടാറില്ല, പക്ഷേ ആന്ധ്രയിൽ നന്നായിട്ട് ഇത് ഇടും. ചുമക്ക മൂക്കണം. എണ്ണ ഒഴിക്കാതെ പോലും ഇത് പുറത്ത് ഒരു 3 ആഴ്ച കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു 3 മാസത്തേക്ക് ഉപയോഗിക്കാം. നമ്മൾ ദിവസവും ഇത് കഴിക്കാൻ പോണില്ലല്ലോ, ഓരോ ദിവസവും നമ്മൾ മാറി മാറിയല്ലേ കറികൾ കഴിക്കുന്നത്. അപ്പോൾ ചില ദിവസം പ്രത്യേകിച്ചും പച്ചരി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. വെളുത്തുള്ളി മൂക്കാൻ മാത്രമേ ഞാൻ എണ്ണ ചേർത്തിട്ടുള്ളൂ. അത് ഒരുപാടൊന്നുമില്ല. എണ്ണ കോരി ഇതിലേക്ക് ഇടുകയില്ല. മിച്ചം 2 തുള്ളി ഒഴിച്ചതിൽ മിച്ചം ഉണ്ടെങ്കിൽ കോരി ഇടരുത്. വേണമെങ്കിൽ ഒരു തുണ്ട് ശർക്കര ഇടാം, നിർബന്ധമല്ല അത്. ഇനി ചേർക്കാത്തത് ഉപ്പ് മാത്രമേ ഉള്ളൂ. കല്ലുപ്പാണ് നല്ലത്. ഉപ്പ് പാകത്തിന്. തണുത്ത് കഴിഞ്ഞ് മിക്സിയിൽ എല്ലാം കൂടെ പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചേക്കുക. ഇപ്പം ഞാൻ ഈ പരിപ്പുകളും മറ്റു ചേരുവകളും ഏതെല്ലാമാണെന്ന് ഒന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. വറക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയാം. തുമരപ്പരിപ്പ്, കടലപ്പരിപ്പ്, പീസ് പരിപ്പ്, ചെറുപയർ പരിപ്പ്, പിന്നെ പൊരികടല. 4 പൊരികടലയും കൂടെ വരുമ്പോഴത്തേക്ക് 5 ഐറ്റം വന്നു. പിന്നെ ജീരകം, പിന്നെ കുരുമുളക്, വറ്റൽമുളക്, കരിവേപ്പില, കായപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. തണുത്ത് കഴിയുമ്പം നമുക്ക് പൊടിക്കാം. നമ്മൾ എല്ലാ പരിപ്പുകളും വറുത്തത് കൂട്ടി ഇളക്കി മിശ്രിതമാണ് പൊടിക്കാനിട്ടത്. പൊടിക്കുമ്പോൾ അതൊന്നും കൂടി കിടന്ന് ഒരുമിച്ച് എല്ലാവരും കൂടിയാണ് പൊടിയുന്നത്. അതുകൊണ്ട് ഇത് ഇളക്കിയില്ലേ പോലും നല്ല ഒന്നാം തരമാണ്. ഇത് ശരിക്ക് മണം പോലും നമ്മളെ കൊതിപ്പിക്കും. നല്ല മണമുണ്ട്. ഇത്രയും മണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യത്തിൽ. അപ്പോൾ ചോറിനും ഇഡ്ഡലിക്കും ചേരുന്ന വളരെ നല്ല ഒരു പരിപ്പ് പൊടിയാണ് ഇത്. ഇനി ഇത് എങ്ങനെയാണ് ചോറിൻ്റെ കൂടെ കൂട്ടുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ, നെയ്യ് വേണം ഇതിന്. നെയ്യ് മസ്റ്റാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നെയ്യിടാം. ഇനി വേണ്ടത് അപ്പളം. നല്ല ചൂട് ചോറാണ്. ഇതാ നോക്കൂ, ഇത് പൊടി പ്ലസ് ചോറ് പ്ലസ് നെയ്യ്. ഉപ്പിട്ടിട്ടില്ല, കാരണം പൊടിക്കകത്ത് വേണ്ടത്ര പാകത്തിന് ഉപ്പുമുണ്ട്. കഴിച്ച് കാണിക്കട്ടെ. എനിക്കൊരു മടിയാണ് കേട്ടോ, എന്നാലും നല്ല ബെസ്റ്റ് സ്വാദാണ്. ഇങ്ങനെയാണിത് കഴിക്കേണ്ടത്, ഉണ്ണേണ്ടത്. എല്ലാവരും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് കഴിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ല രുചിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.